നമസ്കാരം. അമേരിക്കയ്ക്കൊപ്പം എത്തണമെന്ന ചൈനയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി കിട്ടിയെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രാധാന്യം നേടുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനായി ഇറങ്ങിത്തിരിച്ച ചൈന നേരിട്ട തിരിച്ചടിയെ കുറിച്ചാണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ റോക്കറ്റുകളുടെ രംഗത്താണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ചൈനയുടെ ചരിത്രത്തിലെ ആദ്യ റീയൂസബിൾ റോക്കറ്റായ സൂക്ക് 3യുടെ പരീക്ഷണം പരാജയപ്പെട്ടു. ചൈനീസ് സമയം ബുധനാഴ്ച ഉച്ചയോടെ ജിയുക്യോൺ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും കുതിച്ചുയർന്ന സ്യൂക്ക് 3 റോക്കറ്റിന്റെ രണ്ടാം ഭാഗം വിജയകരമായി ബഹിരാകാശം താണ്ടിയെങ്കിലും തിരികെ വരവിൽ ബൂസ്റ്ററിന്റെ ലാൻഡിംഗ് പരാജയപ്പെടുകയായിരുന്നു. ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന തറയ്ക്കു സമീപം റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭാഗം അഗ്നിഗോളമായി തകർന്നു വീഴുകയായിരുന്നു. ഇപ്രകാരമാണ് ചൈനീസ് മോർണിംഗ് ബൂസ്റ്ററിന്റെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള സ്വകാര്യ വാണിജ്യ ബഹിരാകാശ കമ്പനിയായ ലാൻഡ് സ്പേസിന്റേതാണ് സൂക്ക് 3 റോക്കറ്റ്. 216 അടി അഥവാ 66 മീറ്റർ ഉയരമുള്ളതാണ് ലാൻഡിംഗ് സ്പേസിന്റെ സൂക്ക് 3 റോക്കറ്റ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ബൂസ്റ്റർ എന്ന നിലയിലാണ് ലാൻഡ് സ്പേസ് ഈ റോക്കറ്റ് രൂപകൽപ്പന ചെയ്യുന്നത്. റോക്കറ്റിന്റെ രണ്ടാം ഭാഗം വിജയകരമായ ഭ്രമണപഥത്തിൽ എത്തിച്ചെങ്കിലും ആദ്യഘട്ട ബൂസ്റ്റർ ഭാഗത്തിന്റെ റീ എൻട്രി പിഴയ്ക്കുകയായിരുന്നു. റീ എൻട്രിക്കിടെ ബൂസ്റ്ററിന്റെ ഒരു എഞ്ചിൻ തകരാറിലായി. ലാൻഡിംഗ് ബേണിംഗിലൂടെ തീപിടിച്ച ബൂസ്റ്റർ ഭാഗം ഉഗ്ര ശബ്ദത്തോടെ അഗ്നിഗോളമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ലാൻഡിംഗ് നിശ്ചയിച്ചിരുന്ന റിക്കവറി സോണിന് സമീപമായിരുന്നു സൂക്ക് 3 ബൂസ്റ്റർ ഭാഗം ദുരന്തമായത്. അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. എന്താണ് ബൂസ്റ്റർ ഭാഗത്തിന് സംഭവിച്ചതെന്ന് തകരാർ പരിശോധിക്കുകയാണ്. ലാൻഡിംഗ് സ്പേസ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബൂസ്റ്റർ തെരഞ്ഞെടുക്കുന്നതിൽ പരാജയമായിരുന്നു എങ്കിലും റോക്കറ്റ് വിക്ഷേപണം വിജയകരമായിരുന്നു എന്ന് ലാൻഡ് സ്പേസ് അവകാശപ്പെടുന്നുണ്ട്. റോക്കറ്റിന്റെ കന്നി പരീക്ഷണത്തിൽ പേലോഡ് ഭ്രമണപഥത്തിൽ വിന്യസിച്ചതോടെയാണ് ലാൻഡ് സ്പേസിന്റെ ഈ അവകാശവാദം. ലക്ഷ്യമിട്ട സാങ്കേതിക നേട്ടങ്ങൾ റോക്കറ്റ് കൈവരിച്ചതായും ലാൻഡ് സ്പേസ് സോഷ്യൽ മീഡിയയിലൂടെ അവകാശം ഉന്നയിക്കുന്നുണ്ട്. സ്പേസ് എക്സിന്റെ വിശ്വസ്തന്മാരായ ഫാൽക്കൺ 9 റോക്കറ്റിനോട് സാമ്യമുള്ളതാണ് ചൈനീസ് കമ്പനിയുടെ സൂക്ക് 3 റോക്കറ്റ്. രണ്ട് റോക്കറ്റുകളിലും പുനരുപയോഗിക്കാവുന്ന ആദ്യ ഘട്ടം ഉപയോഗിക്കാവുന്ന ഒരു മുകളിലെ ഘട്ടവും ആണുള്ളത്. ദ്രാവകമായ മിഥേൻ, ദ്രാവക ഓക്സിജൻ എന്നിവയുടെ മിശ്രിതമാണ് സൂക്ക് 3 റോക്കറ്റിന്റെ ഇന്ധനം. ഫാൽക്കൺ 9 റോക്കറ്റുകളുടെ ഏതാണ്ട് സമാനമായ പേലോഡ് ശേഷിയാണ് സൂക്ക് 3 അവകാശപ്പെടുന്നത്. താഴ്ന്ന ഭൂഭ്രമണപഥത്തിലേക്ക് 18,300 കിലോഗ്രാം ഭാരമാണ് സൂക്ക് 3 റോക്കറ്റിന് വഹിക്കാനാവുക. അതേസമയം ഫാൽക്കൺ 9ന് LEOയിൽ എത്തിക്കാനാവുക 22,800 കിലോഗ്രാം ഭാരമാണ്.